ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ ബാറ്ററി വാങ്ങിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് മാർക്കിംഗ് ഉള്ളതെന്നും എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ സോളാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന C10 ബാറ്ററിയാണ്. അതിൻ്റെ എല്ലാ മാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് കമ്പനി തന്നിരിക്കുന്ന രീതിയിൽ അതിൻ്റെ ക്യാപ്പുകളെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ യഥാർത്ഥ നമുക്കതിൻ്റെ ലെവൽ അറിയുന്നതിൻ്റെ ഫ്ലോട്ട് വാൽവ് ഉണ്ട്. ആ വാൽവുകളെല്ലാം നമ്മൾ അതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നോക്കുക, ഈ പറയുന്ന ലെവലിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കണ്ട ആ സൈഡിൽ കാണുന്ന ആ പറയുന്ന നമ്മൾ ആ സ്ക്രൂ പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ ക്യാപ്പ് അഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പനി തന്നെ ഇതേ രീതിയിൽ തന്നെ വാൽവ് കാര്യങ്ങൾ ഫ്ലോട്ട് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാട്ടർ ലെവൽ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നോക്കുക, 120 മാസമാണ് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നത്. C10 ബാറ്ററി, C10 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സോളാറിന് ഉപയോഗിക്കുന്ന ബാറ്ററികളെല്ലാം തന്നെ നമ്മൾ C10 ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം വരുന്നത് C20 അങ്ങനെ കാറ്റഗറിയാണ് വരുന്നത്. സോളാർ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെർട്ടർ വെക്കുന്ന സമയത്ത് ഭാവിയിലേക്കാണെങ്കിലും C10 ബാറ്ററി തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിൻ്റെ AH 150 AH ആണ് കൊടുത്തിരിക്കുന്നത്. അത് 150 AH, 100 AH, 200 AH, അങ്ങനെ 165 AH, അങ്ങനെ പല AH, അതായത് ആംബിയർ പെർ അവർ ആണെന്നാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അനുസരിച്ചിട്ടുള്ള നമുക്ക് ആംബിയറിനനുസരിച്ചിട്ടുള്ള നമുക്ക് എത്ര മണിക്കൂർ ബാക്കപ്പ് കിട്ടണമെന്നനുസരിച്ചിട്ടുള്ള ബാറ്ററി നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അത് കൂടാതെ തന്നെ നമ്മൾ നോക്കി അറിയാൻ പറ്റും. ഇനി വാട്ടർ ലെവൽ കണ്ടോ, ഇനി നമ്മൾ നോക്കേണ്ടത് ബാറ്ററിയുടെ അകത്ത് വരുന്ന വാട്ടറാണ്. ആ വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബാറ്ററികൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിച്ചു, അതിൻ്റെ ഈ പറയുന്ന ലെവൽ കൺട്രോൾ കാര്യങ്ങൾ നമ്മൾ കൊടുത്ത സമയത്ത് അതിൻ്റെ ലെവൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ അവസാനം ഒന്ന് കാണിച്ചു തരാം. അതെങ്ങനെ അതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ വാൽവ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ കണ്ടോ, ഇതാണ് അതിൻ്റെ ഏറ്റവും നമുക്ക് തരുന്ന വാൽവ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ വെള്ളത്തിൽ നമ്മൾ ഈ വാട്ടറിൽ മുങ്ങി കിടക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരും. ആ പൊങ്ങി വരുന്നതനുസരിച്ചിട്ട്, അതായത് വെള്ളം എന്തോരം ഉണ്ടോ ബാറ്ററിയുടെ അകത്തുള്ള വാട്ടർ എന്തോരം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ അതിന് മാർക്കിംഗ് നിങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിലൊരു മാർക്കിംഗ് കണ്ടോ, അതായിരിക്കണം നമ്മുടെ ഫൈനലായിട്ട് എൻഡ് വരേണ്ടത്. അപ്പോൾ അതിന് താഴേക്ക് എന്തോരം കുറഞ്ഞു വരുന്നു അത്രയും ബാറ്ററിയിൽ വാട്ടർ കുറവാണെന്ന് തന്നെ അർത്ഥം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് കണ്ടോ ഇത്രയുണ്ട്. പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഈ ലെവൽ ലെവൽ കൺട്രോൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ നമ്മൾ വെള്ളം താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കുക, നമ്മൾ നോക്കിയാൽ ടെർമിനലിൽ കണ്ടോ മൈനസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, മൈനസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ടെർമിനലാണ്, അതായത് ബാറ്ററിയുടെ പ്ലസ്സും മൈനസുമാണ് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ബാറ്ററിയുടെ മൈനസ് എന്ന് മാർക്ക് ചെയ്യുന്നത് നെഗറ്റീവാണ്, അതായത് നെഗറ്റീവ് പോയിൻ്റാണ് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുക്കുക. പോസിറ്റീവ് എന്ന് പറയും, ഇതിപ്പോൾ നെഗറ്റീവാണ്, അതിലേക്ക് നെഗറ്റീവ് കൊടുക്കണം. പോസിറ്റീവ് എന്ന് മാറിക്കണം, ഇതാണ് നമ്മുടെ പ്ലസ് പോയിൻ്റ് വരുന്നത്. ഇതൊരിക്കലും ഇൻവെർട്ടറിൻ്റെ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആവാനും അതുപോലെ തന്നെ ഇൻവെർട്ടർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാനും ബാറ്ററി കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ബാറ്ററിനെ കുറിച്ചിട്ട് എൻ്റെ ലെവൽ എങ്ങനെയാണെന്നും ഏത് ബാറ്ററിയാണ് നമ്മൾ സോളാറിന് ഉപയോഗിക്കണമെന്നും എങ്ങനെ AH എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ടെർമിനലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്തൊക്കെയാണെന്നും ഏകദേശം അതിൽ വെള്ളം കാര്യങ്ങളൊക്കെ എന്തോരം ഒഴിക്കണമെന്നും, അതായത് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാന്നാൽ മാത്രമേ ചാനലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.